സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രസംഗ മത്സരത്തിൽ സമ്മാനമായി കിട്ടിയത് ഒരു വടക്കൻ വീരഗാഥ എന്ന MTയുടെ മനോഹരമായിട്ടുള്ള തിരക്കഥയാണ്. ഒരൊറ്റ ഇരുത്തത്തിനത് വായിച്ചു അന്നു മുതൽ അറിയുന്നതിന് മുമ്പ് വായിച്ച് MTയെ മനസ്സിൽ ആവാഹിച്ചെടുക്കാൻ ചെറിയ തലത്തിലൊക്കെ സാധിച്ചു. പിന്നീട് മുതിർന്നപ്പോൾ MTയുമായി പലവട്ടം പല സന്ദർഭങ്ങളിൽ സന്ധിക്കാനും സംസാരിക്കാനും പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാധിച്ച ഒരു ഭാഗ്യവാനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് ഞാൻ. തീർച്ചയായും ഈ വിഷമകരമായിട്ടുള്ള ഈ ഘട്ടം തീർച്ചയായും എല്ലാവരും മരണത്തെ പുൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇട്ടേച്ചു പോകാൻ ഒരു വലിയ മഹാനിധി കുംഭം മലയാള സാഹിത്യ പ്രപഞ്ചത്തിനും മതേതരത്വ മാനവിക സാംസ്കാരിക മൂല്യങ്ങളും പ്രശോഭിതമായി ഇട്ടുതന്നാണ് ആ വലിയ കുലപതി യാത്ര പോയത്. ആ മഹാകുലപതിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ. ശ്രീ ആലങ്കോട് ലീലാവിഷ. എഴുത്തിൻ്റെ വംശവൃക്ഷമാണ് വീണുപോയത്. ഞങ്ങളൊക്കെ അനാഥരായി, ഭാഷയും അനാഥമായി. MT പറഞ്ഞു, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. തന്നെ സ്നേഹിച്ചതുപോലെ അദ്ദേഹം ഭാഷയെ സ്നേഹിച്ചു. തുഞ്ചൻ പറമ്പിൽ 3.5 പതിറ്റാണ്ട് കാലമായി MTയുടെ മുഴുവൻ സർഗ ഊർജവും അദ്ദേഹം ചിലവഴിച്ചത് ആ സ്മാരകത്തെ വിശ്വോത്തരമാക്കി മാറ്റാനാണ്. അനാഥരുടെയും ദുഃഖിതരുടെയും ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും ഒറ്റപ്പെട്ടവരുടെയും ഏകാക്കികളുടെയും എഴുത്തുകാരനായിരുന്നു MT. MTയെ വായിച്ച് എത്രയോ മനുഷ്യർ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു. MTയുടെ പുസ്തകങ്ങൾ മരുന്നുപോലെ മാനസിക തകർച്ചയ്ക്ക് ചികിത്സയായിട്ട് ആളുകൾ ഉപയോഗിച്ചു. ഒരു എഴുത്തുകാരൻ ഈ വിധത്തിൽ സർവമുഖ പ്രതിഭയായിട്ട് നമ്മുടെ കാലത്തുണ്ടായിട്ടില്ല. ഞാൻ കൂടുതൽ അനാഥനായി എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തം പുരണ്ട മൺതരികൾ വായിച്ചു അന്ന് തൊട്ട് ആ മഹാവലയത്തിൽ ആകൃഷ്ടനായി നിർമ്മാല്യത്തിൻ്റെ ഷൂട്ടിംഗ് കാണാൻ നാട്ടിൽ ഒരു മാസം ചുറ്റിത്തിരിഞ്ഞ് നടന്ന് 32 വർഷം മുമ്പ് തുഞ്ചൻ സ്മാരകത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യാളായി കൂടി ആ പുരികക്കൊടി ചലിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൂടെ നിന്ന ഒരു അനുജനോ കയ്യാളോ ഒക്കെ ആയ ഒരു എളിയ കലാപ്രവർത്തകൻ എന്ന നിലയിൽ കൂടുതൽ അനാഥനായി എന്ന് തോന്നുന്നു. ആ വെളിച്ചം കെടുമ്പോൾ മലയാളം കൂടുതൽ ഇരുണ്ടതാകുന്നു. MTയെപ്പോലെ ഒരു സാന്നിധ്യം കൂടുതൽ ആവശ്യമുള്ള കാലത്താണ്. മതേതര മാനവികതയുടെ പക്ഷത്താണ് MT നിലയുറപ്പിച്ചത്. എല്ലാ പൊന്നാനി എഴുത്തുകാരെയും പോലെ ജാതിക്കും മതത്തിനും വിഭാഗീയതകൾക്കും അപ്പുറത്ത് അടിസ്ഥാന മനുഷ്യൻ്റെ മനുഷ്യത്വത്തിനു വേണ്ടി ജീവിതം 7.5 പതിറ്റാണ്ട് നിതാന്ത ജാഗ്രതയോടുകൂടി ഉണർന്ന് പ്രവർത്തിച്ച എഴുത്തുകാരനാണ്. വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ 4 വരികൾ ആ പുണ്യാത്മാവിൻ്റെ യുഗപുരുഷൻ്റെ മരണമില്ലാത്ത സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാം. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്നറിവൂ ഞാൻ. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പുക്കൊഴുക്കുവറ്റിമാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമൊന്നുമേ വിഫലമായി പോയില്ല എന്നറിവൂ ഞാൻ. എഴുതിയ ഒരക്ഷരവും മിണ്ടിയ ഒരു വാക്കും നടത്തിയ ഒരു ചലനവും
വിഫലമാകാതെ കടന്നുപോയ യുഗപ്രഭാവനായ പ്രിയ ഗുരുനാഥ, അങ്ങയ്ക്ക് അനന്തകോടി വായനക്കാരുടെയും മലയാള ഭാഷയുടെയും പ്രണാമം.